നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. ബീഹാർ മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നിതീഷ് കുമാർ BJPയുമായി ഒത്തുതീർപ്പിലാണെന്നും അദ്ദേഹത്തിന്റെ പഴയകാല പ്രവർത്തികൾ കാരണം BJPക്ക് അദ്ദേഹത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെന്നും രാഹുൽ ആരോപിച്ചു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യസഭാ MP-യായ നിതീഷ് കുമാറിന്റെ നടപടിയെ മുൻനിർത്തിയായിരുന്നു രാഹുലിന്റെ കടന്നാക്രമണം. രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഇങ്ങനെയാണ്: ബീഹാറിൽ അടുത്തിടെ നടന്നത് നോക്കൂ. മുഖ്യമന്ത്രിയെ അവിടെ നിന്ന് മാറ്റി ഒരു BJPക്കാരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ബീഹാർ മുഖ്യമന്ത്രി BJPയുമായി ഒത്തുതീർപ്പിലായതുകൊണ്ടാണ്. അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടാതെ നിശബ്ദനായി രാജ്യസഭയിലേക്ക് പോയി. നിതീഷ് കുമാറിന്റെ പേര് പരാമർശിക്കാതെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്: ബീഹാറിലേതിന് സമാനമായ നീക്കമാണ് BJP തമിഴ്നാട്ടിലും ലക്ഷ്യമിടുന്നതെന്ന് രാഹുൽ മുന്നറിയിപ്പ് നൽകി. തങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സർക്കാരിനെയാണ് തമിഴ്നാട്ടിലും അവർക്ക് വേണ്ടത്. തങ്ങൾ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇവിടെ പ്രതിഷ്ഠിക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് ഒരിക്കലും അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഏപ്രിൽ 14-നാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെയായിരുന്നു നീക്കം. ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാട്ടിൽ DMK സഖ്യം BJP ഉൾപ്പെടുന്ന ADMK സഖ്യം തമ്മിലാണ് പ്രധാന മത്സരം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.